ദൈവമേ, സ്വർഗീയ പിതാവേ, എന്റെ കർത്താവേ, തന്ന നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എത്ര വേണ്ടുന്ന ദിവസം ഈ ലോകം കാണാതെ മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല സാവകാശത്തെ ഓർത്ത് കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, കഴിഞ്ഞ ആഴ്ചക്കാലം ഞങ്ങൾ ജോലിയിലായിരുന്നപ്പോൾ, യാത്രയിലായിരുന്നപ്പോൾ, ഭവനത്തിലായിരുന്നപ്പോൾ ഞങ്ങളുടെ വലിയ സാന്നിധ്യം കർത്താവെ ഞങ്ങൾ അനുഭവിച്ച് കർത്താവെ. എന്റെ ദൈവമേ, കഴിഞ്ഞ ആഴ്ചക്കാലം ഞങ്ങളുടെ നോട്ടം, ചിന്താഗതി, പ്രവൃത്തി, സംസാരത്തിൽ കൊടുക്കൽ വാങ്ങൽ എന്റെ കർത്താവെ അങ്ങേ വേദനിപ്പിച്ചുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളോട് വാസ്തവമായി ക്ഷമിക്കണമേ കർത്താവെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, സർവാന്തരങ്ങളുടെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരമൊന്നും മറക്കരുത്. എന്റെ ദൈവമേ, ഞങ്ങളുടെ വചനം പറഞ്ഞതുപോലെ ഈ നാളിൽ കർത്താവെ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ വചനം പറയുന്ന 2-3 പേര് ഞങ്ങളുടെ നാമത്തിൽ എവിടെ കൂടിയാലും ഞങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ കർത്താവെ. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനാൽ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ വർഷത്തിന്റെ കർത്താവെ ആദ്യത്തെ ഞായറാഴ്ച കർത്താവെ എന്റെ ദൈവമേ കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ വരുവാൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ജീവിതമായ കർത്താവെ ഭാഗ്യത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എന്റെ ദൈവമേ കർത്താവെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ഇന്നത്തെ ആരാധന ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. എന്റെ ദൈവം ഞങ്ങളുടെ വർഷിപ്പ് ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഏഴുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സപ്പോർട്ട് മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളെല്ലാവരും ഒരു മന കർത്താവ് ആത്മാവിൽ ഒരു മനപ്പെട്ട കർത്താവെ അങ്ങേ സ്തുതിക്കുവാൻ പാടുവാൻ എന്റെ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ചലനോട് ഉണ്ടാകുന്നതിനാൽ എന്റെ ദൈവമേ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹൃദയം തുറന്ന കർത്താവെ അങ്ങേ സ്തുതിക്കുവാൻ പാടുവാൻ കർത്താവെ. അങ്ങേക്ക് കർത്താവെ ആരാധന കർത്താവെ കൊടുക്കുവാൻ തരുവാൻ കർത്താവെ. എന്റെ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ ദൈവമേ കർത്താവ് നല്ല സംഗീതങ്ങൾ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. സംസാരദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. എന്റെ ദൈവമേ ആലോചനകൾ കൊടുക്കണമേ കർത്താവെ. എന്റെ ദൈവമേ അനേകർക്ക് കർത്താവിന് വിടുതലായി മാറുവാൻ, ബ്ലെസ്സിംഗ് ആയി മാറുവാൻ എന്റെ ദൈവമേ അത് സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ സെഷൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർ പറയുന്ന ഓരോരോ വാക്യങ്ങൾ കർത്താവെ അവരുടെ ജീവിതത്തിലും അനേകരുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹമായി മാറുന്നതിനാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നല്ല സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. ഒരു സാക്ഷ്യം അടേ സാക്ഷ്യത്തെ ഇൻസ്പയർ ചെയ്യുവാൻ എന്റെ ദൈവമേ സഹായിക്കണമേ കർത്താവെ. നല്ല വചനം ഞങ്ങൾക്ക് തരണമേ കർത്താവെ. ഞങ്ങളുടെ ശബ്ദം വാസ്തവമായി കേൾക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അങ്ങയുടെ കർത്താവെ എന്റെ ദൈവമേ ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ സഹായിക്കുന്നതിനാൽ വാഴ്ത്തുന്ന കർത്താവെ. എന്റെ ദൈവമേ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ആരംഭം മുതൽ അവസാന സെഷൻ വരെ എന്റെ ദൈവമേ പരിശുദ്ധാത്മാവെ നിയന്ത്രിക്കണമേ, ലീഡ് ചെയ്യണമേ കർത്താവെ. എന്റെ ദൈവമേ എല്ലാം അങ്ങയുടെ കർത്താവെ മഹത്വത്തിനുണ്ടാകട്ടെ കർത്താവെ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. അഭിഷേകത്തെ തരുന്നവനേ അന്നേ ഞാൻ ആരാധിക്കും. ആരാധനയിൽ നായകനേ അന്നേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ അന്നേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ലാ നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ലാ നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ
രക്ഷയുമാവുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല.
നീ യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുവാസന മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. യഹോവേ, ഞാൻ ഉറക്ക വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. എന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി കർത്താവേ, നന്ദിയോട് ഞങ്ങളെ സ്തുതിക്കുന്ന ഈ വിശുദ്ധ ദിവസത്തിൽ അവിടുത്തെ പാദപീഠെ കൂടി വരുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ആരാധിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. തുടർന്നും കർത്താവിന്റെ വലിയ കൃപയും സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. വായിച്ച സങ്കീർത്തനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ പകൽക്കാലം ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. കർത്താവായ യേശുവിൻ നാമത്തിൽ തന്നെ സഞ്ചരിക്കാം. നമ്മൾ വായിച്ച 27-ാം സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങളിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന് ഞാൻ ദിവസത്തിലിരിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 1-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? നമ്മൾ 2 ശമൂവേൽ 21-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളൊക്കെയും വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നു. ദാവീദിന് ആ ഒരു യുദ്ധത്തിൽ ദാവീദിനെ കൊല്ലുവാനായി രാഘവമക്കൾ ഇസ്ബി ബെനോവ് എന്നൊരുവൻ ദാവീദിനെ കൊല്ലുവാനായി ഭാവിച്ചു. എന്നാൽ സെരൂയുടെ മകനായ അബിശായി അവൻ തുണയായി വന്നു, ഫെലീസിനെ വെട്ടിക്കൊന്നു. അപ്പോൾ ദാവീദിന്റെ ഭൃത്യന്മാർ അവനോട്, നീ ഇസ്രായേലിന്റെ ദീപം കെടുക്കാതിരിക്കേണ്ടതിന് മേലാൽ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടരുതെന്ന് സത്യം ചെയ്ത് പറഞ്ഞു. അപ്പോൾ ജനങ്ങൾ അവിടെ ദാവീദിനെ ഒരു ദീപമായി കാണുകയാണ്. നീ ഇസ്രായേലിന്റെ ദീപം കെടുക്കാതിരിക്കേണ്ട മേലാൽ ഞങ്ങളോട് യുദ്ധത്തിന് വരരുതെന്ന് ജനങ്ങൾ ദാവീദിനെ കുറിച്ച് പറയുന്നു. അങ്ങ് ഇസ്രായേലിന്റെ ദീപമാണ് എന്ന് ജനങ്ങൾ പറയുകയാണ്. എന്നാൽ ദാവീദ് ഇവിടെ പറയുകയാണ്, ഞാനല്ല, ദൈവമാണ് വെളിച്ചമെന്ന്. 1-ാം വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. അപ്പോൾ ജനങ്ങൾ ദാവീദിനെ കുറിച്ച് ദാവീദ് ദീപമാണെന്ന് പറയുമ്പോൾ ദാവീദ് പറയുന്നു, അല്ല, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകും, ഞാൻ ആരെ ഭയപ്പെടും? അപ്പോൾ നമ്മുടെ യഹോവ നമ്മുടെ വെളിച്ചവും നമ്മുടെ രക്ഷയുമാണ്. ദൈവം നമ്മുടെ വെളിച്ചവും രക്ഷയുമായി ഉള്ളതുകൊണ്ട് നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതായി ഇല്ലെന്ന് നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായി കഴിയുന്നു. 2-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നതിൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാനോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ശത്രു ഒരു ദുഷ്ടമൃഗം എന്ന പോലെ നമ്മെ കടിച്ചു കീറുവാനായി നമ്മുടെ മുമ്പ് വരുമ്പോൾ അവൻ ഇടറി വീഴും എന്ന ഈ വാക്യത്തിൽ നാം വായിക്കുന്നു. ദാവീദിന്റെ ജീവിതത്തിലെ അനുഭവമാണിതെന്ന് നമുക്ക് കാണുവാനായി കഴിയും. പലപ്പോഴും തന്നെ നശിപ്പിക്കാനായി, തന്നെ കടിച്ചു കീറുവാനായി ഒക്കെയും തനിക്കെതിരായി നിന്നവർ വന്നപ്പോൾ അവിടെയൊക്കെയും ദൈവം തന്നോട് കൂടെ ഉള്ളതുകൊണ്ട് അവർ ഇടറി വീഴുന്നതായും ദാവീദിനെ ദൈവം രക്ഷിക്കുന്നതായും നമുക്ക് പലപ്പോഴും കാണുവാനായി കഴിയുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇടറി വീഴുന്ന അവസ്ഥകളൊക്കെ വരാം. എന്നാൽ നാം ഒരിക്കലും താളടിയായി പോകാൻ ദൈവം അനുവദിക്കില്ല. കാരണം ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നാം ഒരിക്കലും, ദൈവം നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ട് നാം ഒരിക്കലും ഇടറി വീഴുവാനായി ഇടയായി തീരത്തില്ല. 3-ാം വാക്യം, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും എന്ന് വായിക്കുന്നു. അപ്പോൾ യഹോവ കൂടെ ഉള്ളത് കൊണ്ടാണ് ഒരു സൈന്യം തനിക്കെതിരെ വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ദാവീദിന് പറയുവാനായി കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് ഏത് അവസ്ഥകളിലും നമുക്ക് ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയും. ദാവീദ് പറഞ്ഞതുപോലെ തന്നെ ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഹൃദയം ഭയപ്പെടുകയില്ല എന്ന് ദാവീദ് പറഞ്ഞ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് അവസ്ഥകളിലും ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മുടെ ദൈവത്തോട് ചേർന്ന് നാം നടന്നാൽ നാം ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതായ ആവശ്യങ്ങളില്ല എന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായി കഴിയും. 4-ാം വാക്യം,
നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അപ്പോൾ തൻ്റെ ആഗ്രഹം ഭൗതികമായ ചില കാര്യങ്ങളിലേക്കല്ല, തനിക്ക് വലിയ പദവി അല്ലെങ്കിൽ ഉയർച്ച വേണം, അങ്ങനെയുള്ള ഭൗതികമായ പദവിയിലേക്കല്ല ദാവീദ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാൻ. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ, അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ, ഇതൊക്കെയാണ് ദാവീദ് അവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ ദൈവം നടത്തി തരും. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ, ദൈവത്തെ ധ്യാനിപ്പാൻ, അവന്റെ മന്ദിരത്തിലായിരിക്കാൻ ഒക്കെ നാം ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മുടെ സകല ആഗ്രഹങ്ങളും നടത്തി തരും. നമ്മുടെ സകല വിഷയങ്ങൾക്കും ദൈവം മതിയായവനായി കൂടെ ഉണ്ട്. ദാവീദ് തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മന്ദിരത്തിലായിരിക്കാൻ, ദൈവത്തിന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്കറിയാം ദാവീദിനെ ദൈവം നടത്തുന്ന വഴികൾ, തന്റെ എല്ലാ വഴികളിലും തന്നോട് കൂടെ ഇരുന്ന് തന്നെ നടത്തുവാൻ ദൈവം മതിയായവനായി കൂടെ ഇരുന്നു. നമ്മെ നടത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. 5-ാം വാക്യം, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തിൽ ഇരിക്കുന്നവന് ലഭിക്കുന്നതായ നന്മകളാണ് നമുക്ക് ഈ വാക്യത്തിലായി കാണുവാനായി കഴിയുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കുന്നവനെ അനർത്ഥ ദിവസത്തിൽ തന്റെ കൂടാരത്തിൽ അവൻ മറയ്ക്കും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ദൈവവുമായുള്ള ബന്ധത്തിലായിരുന്നാൽ നമ്മുടെ ഏത് അവസ്ഥകളിലും നമ്മെ വിടുവിപ്പാനും നമ്മെ പരിപാലിപ്പാനും നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. ദാവീദിന്റെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ തന്നെ ദൈവം മറച്ച്, തന്നെ ദൈവം പരിപാലിച്ച വിധങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും. അപ്പോൾ നാമും തന്നോട് ചേർന്നിരുന്നാൽ നമ്മുടെ ഏത് അവസ്ഥകളിൽ നമ്മെ വിടുവിപ്പാനും നമ്മെ സഹായിപ്പാനും നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. 6-ാം വാക്യം, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും, ഞാൻ അവൻ്റെ കൂടാരങ്ങളിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. അപ്പോൾ ദൈവം തന്നെ ഉയർത്തിയപ്പോൾ, ശത്രുക്കളുടെ മേൽ തൻ്റെ തലയെ ഉയർത്തിയപ്പോൾ ദാവീദ് ചെയ്തത് അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിച്ചു. ഞാൻ യഹോവയ്ക്ക്, അതിന്റെ ബാക്കി ഭാഗം, ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യുമെന്ന് ദാവീദ് പറയുന്നു. തന്റെ ജീവിതത്തിന്റെ അനുഭവമായിരുന്നു. താൻ ഏത് അവസ്ഥകളിലും ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തിന് പാടി കീർത്തനം ചെയ്യുവാനും ദാവീദ് സന്നദ്ധനായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് ഉയർച്ച തരുമ്പോൾ, നമ്മെ ശത്രുവിന്റെ കയ്യിൽ വിടുവിക്കുമ്പോൾ, അല്ലെ നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ നമ്മെ സഹായിക്കുമ്പോൾ നാം ദൈവത്തെ പാടി സ്തുതിപ്പാൻ, ദൈവത്തെ ഉയർത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമായിരിക്കും. തുടർന്നുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അതിന്റെ 7-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെയും ദാവീദിന്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ് നമുക്കവിടെ കാണുവാനായി കഴിയുന്നത്. യഹോവേ, ഞാൻ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് ഉത്തരം അരുളണമേ തുടങ്ങി 12-ാം വാക്യം വരെയും ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്കവിടെ കാണുവാനായി കഴിയുന്നത്. അതിന്റെ 13-14 വാക്യങ്ങളും വിശ്വാസത്തിലുള്ള ശക്തിയെപ്പറ്റി നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അതിന്റെ അവസാന വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക. അപ്പോൾ യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക എന്ന് പറഞ്ഞാൽ യഹോവയ്ക്കായി കാത്തിരിക്കുക. നമുക്ക് നമ്മുടെ ഏത് ആവശ്യങ്ങൾക്കും ദൈവം മതിയായവനാണ്. എന്നാൽ ദൈവസന്നിധിയിൽ നാം കാത്തിരുന്നാൽ നമ്മളെ ഏത് അവസ്ഥകൾക്ക് വിടിവിപ്പാൻ ദൈവത്തിന് കഴിയും. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ഉറ്റിരുന്നാൽ അങ്ങനെയുള്ളവർ ഒരിക്കലും ലജ്ജിച്ചു പോകേണ്ടതായി വരികയില്ല. ദാവീദിന്റെ പല അവസ്ഥകളിൽ നമുക്ക് കാണുവാൻ കഴിയും. താൻ എപ്പോഴും ദൈവത്തിനായി കാത്തിരുന്നു. ഒരു അവസ്ഥയിലും താൻ ലജ്ജിച്ചു പോകേണ്ടതായി വന്നിട്ടില്ല. പലപ്പോഴും ശത്രു തന്നെ നശിപ്പിച്ച് കളയുമോ എന്നൊക്കെ ചിന്തിച്ച അവസ്ഥകൾ ഉണ്ടെങ്കിലും ദൈവത്തിനായി ദാവീദ് കാത്തിരുന്നപ്പോൾ അവിടെയൊക്കെയും തന്നെ ദൈവം ഉയർത്തുകയും താൻ ലജ്ജിച്ചു പോകാൻ ഇടയാക്കുകയും ചെയ്തിട്ടില്ല. നാമും ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ നമ്മെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിനായി നമുക്ക് കാത്തിരിക്കാൻ ദൈവം നമ്മെ നടത്തുവാൻ ശക്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. Clothed in
until now on. Place our children in our heads as if the Lord offspring and rewarder of him. Like arrows in the hand of a warrior, our children put in one's youth. Psalms 127 verses 3 and 4. Praise the Lord. Psalms 34 verses 8. Taste and see that the Lord is good. Blessed are those who put his refuge in him. ഹല്ലേലൂയ. ഇന്നത്തെ വചനത്തിലേക്കായി ആമേൻ സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം ആമേൻ 8-ാമത്തെ അധ്യായം അതിന്റെ 14-15 വായിക്കാം. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാപിതാവിനെ വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ തന്നെ പ്രാപിച്ചത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പിതാവേ, കേൾക്കുന്ന നല്ല വചനത്തിനായി വാഴ്ത്തുന്ന കർത്താവേ, ഇന്ന് ഞങ്ങളുടെ വാസ്തവമായി അങ്ങ് സംസാരിക്കണമേ. അങ്ങനെ ശബ്ദം മാത്രം കേൾക്കുവാൻ എൻ്റെ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. എൻ്റെ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ പേരിൽ ചലനം ഉണ്ടാകുന്ന സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കർത്താവ്, നല്ല പകൽക്കാലത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. വർഷത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ കർത്താവിനെ സാവകാശം സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ദൈവം അത്ഭുതമായ ദൈവം നടത്തി. എല്ലാ ആവശ്യത്തിനും മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആമേൻ. പ്രാർത്ഥിച്ച എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വായിച്ച ആമേൻ സ്തോത്രം അധ്യായം റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ വാക്യം 14-15 ഞാൻ വായിക്കുന്നു. For those who are led by the Spirit of God are the children of God. The Spirit you received does not make you slaves so that you live in fear again. Rather, the Spirit you received brought about your adoption to sonship, and by Him we cry, Abba, Father. Stotram. Hallelujah. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമ്മുടെ ശുശ്രൂഷ നമ്മുടെ ആത്മീക ജീവിതം തുടങ്ങിയപ്പോൾ മുതൽ ആമേൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു വളർച്ച വേണം. എൻ്റെ ജീവിതത്തിൽ ആത്മീക ലെവലിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വളർച്ച വേണം. നമ്മുടെ ഈ മെസ്സേജ് തുടങ്ങിയപ്പോൾ മുതൽ, അല്ലെങ്കിൽ ദൈവസഭയുടെ ഒരു നല്ലൊരു ഒരു ഭാഗം തുടങ്ങിയ മുതൽ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെ കേൾക്കുന്ന ഒരു ശബ്ദമാണ്, അനേകരുടെ ശുശ്രൂഷകൾ വെളിപ്പെടും, അനേകരുടെ ആത്മീക ശുശ്രൂഷ വെളിപ്പെടും. ഇത് നമ്മൾ അനേക ദേവദാസന്മാർ ത്രൂ, അനേക മെസ്സേജുകൾ ത്രൂ നമ്മൾ ഇത് കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനാണ് ശുശ്രൂഷ വെളിപ്പെടുന്നത്? എന്തുവാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശുശ്രൂഷ വെളിപ്പെടാൻ? അനേക പ്രാവശ്യം എന്നോടും അനേകർ പറഞ്ഞിട്ടുണ്ട്, ആമേൻ, നിന്റെ ശുശ്രൂഷ വെളിപ്പെടും, നീ ചെയ്യുന്ന കാര്യത്തിൽ ദൈവത്തിന് വൻ പ്രവൃത്തികൾ വെളിപ്പെടും. അതൊക്കെ കേൾക്കുന്ന സമയത്ത് എവിടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനാണ് അത് ഇംപ്രൂവ് ആകുന്നത്, എങ്ങനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എവിടാണ് ക്രമപ്പെടുത്തേണ്ടത്, അത് ഞാൻ ചിന്തിക്കാൻ അനേക പ്രാവശ്യം ഞാൻ തുടങ്ങി. പതുക്കെ ആണ് ഞാൻ അത് മനസ്സിലാക്കാൻ തുടങ്ങിയത്. എന്റെ അറിവില്ലാത്ത സമയത്തിൽ ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ അങ്ങയുടെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ എന്ന് ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ശുശ്രൂഷ തുടങ്ങിയ ആ സമയത്തിൽ അനേക പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം, ദൈവമേ എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ആമേൻ സ്തോത്രം, ചില സമയത്ത് ഞാൻ ഇങ്ങനെ മൗനമായി ഇരിക്കുമ്പോൾ അങ്ങ് ഉറങ്ങി പോയിട്ടുണ്ട്. ആമേൻ. കാരണം ഞാനിങ്ങനെ ചിന്തിക്കും, അങ്ങനെ തന്നെ പറയുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം ഞാൻ ഉടനെ കേൾക്കും. പക്ഷെ എന്റെ ജീവിതത്തിൽ ചില നാളുകൾ ശേഷം ആമേൻ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ ഇടയായി. ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു. ആമേൻ സ്തോത്രം. എങ്ങനാണ് ആ ശബ്ദം നമ്മൾ കേൾക്കുന്നത്? എങ്ങനാണ് ശുശ്രൂഷകൾ വെളിപ്പെടുന്നത്? എങ്ങനാണ് ആത്മീകമായി നമ്മൾ വളർന്നത്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, സ്തോത്രം, എനിക്ക് ആത്മീകമായി വളരണം, എന്റെ ശുശ്രൂഷ വെളിപ്പെടണം, എനിക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ദൈവത്തിന്റെ കൂടെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യണം. ദൈവത്തിന്റെ കൂടെ ഒരു ബന്ധം നമുക്ക് എപ്പോഴും വേണം. ദൈവത്തിൻ്റെ ബന്ധം എങ്ങനെയാണ് നമ്മൾക്ക് വരുന്നത്? പരിശുദ്ധാത്മാവിന്റെ ത്രൂ, ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ത്രൂ ദ ഹോളി സ്പിരിറ്റ് ആണ് കർത്താവിന് ആമേൻ സ്തോത്രം നമുക്ക് ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കണമെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ത്രൂ ആണ്. ഞാൻ എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാനും സെമിയും ഒരുമിച്ച് അവൾ എന്നെ കാണാൻ തുടങ്ങിയിട്ട് 3.5 വർഷമായി. ഞാൻ അവളെ കാണാൻ തുടങ്ങിയിട്ട് 3.5 വർഷമായി. അവൾ എവിടെ എത്ര ദൂരെ പോയി എന്നെ വിളിച്ചാലും ആ ശബ്ദം എനിക്കറിയാം,
അതെന്റെ കുഞ്ഞിന്റെ ശബ്ദമാണെന്ന്. എന്തുകൊണ്ടാണ്? കാരണം അവളുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് എനിക്കുണ്ട്, ഒരു ബന്ധം ഞാനും അവളും തമ്മിലുണ്ട്. ഞാൻ അവളെ വിളിക്കുമ്പോൾ അവൾക്കറിയാം ഇതെന്റെ പപ്പയാണ് എന്നെ വിളിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന വേറെ ആരെങ്കിലും വിളിച്ചാൽ അവൾ വന്നിട്ട് നിങ്ങളെ റെസ്പോണ്ട് ചെയ്യും. പക്ഷെ എന്നെ വന്നാണ് അവൾ പപ്പ എന്ന് വിളിക്കുന്നത്, വേറെ ആരെയും പോയി പപ്പ വിളിക്കാറില്ല. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ വന്നാണ്, നമ്മളോട് വന്നിട്ടാണ് പപ്പയും മമ്മിയും എന്ന് സംസാരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ്? ഞാൻ അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഞാൻ അവളുടെ കൂടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു, ഒരു ബന്ധം ഞാനും അവളും തമ്മിൽ സ്വതം എന്നും ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ന് ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ട് നാളെ ഞാൻ സംസാരിക്കാതിരിക്കുന്നില്ല, ഞാൻ അവളോട് എന്നും സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് ഇത് ദൈവത്തിന്റെ ശബ്ദമാണോ മാനുഷിക ശബ്ദമാണോ എന്നാണ് നമുക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റുന്നത്. എന്റെ ആത്മീയ ശുശ്രൂഷയിൽ ഞാൻ ഒത്തിരി വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ദൈവത്തിൽ നിന്ന് കിട്ടിയ ആലോചനയാണോ അത് മാനുഷികമായ ശബ്ദമാണോ? ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ ദൈവത്തിന്റെ കൂടെ, നീ റിലേഷൻഷിപ്പ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിൽക്കുമ്പോൾ നിനക്ക് ഓട്ടോമാറ്റിക്കലി ഡിസേൺ ചെയ്യാൻ പറ്റും ഇത് മാനുഷിക ശബ്ദമാണോ അതോ ദൈവത്തിൽ നിന്ന് വരുന്ന ആലോചനയാണോ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇന്നിവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ആത്മീക ശുശ്രൂഷ വളരണമെങ്കിൽ, സ്പിരിച്വൽ ലൈഫ് ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും വളരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിൽ നിറയണം. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകണം. ആമേൻ, സ്വതന്ത്രം. അപ്പോഴാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ വെളിപ്പെടുന്നത്. അല്ലെങ്കിൽ ചുമ്മാ വീട്ടിൽ ഇരുന്ന് 10 പ്രാവശ്യം കൈയടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. ആമേൻ, സ്വതന്ത്രം. നീ പ്രാർത്ഥിക്കുവാണെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നീ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. വെളിപ്പെടുന്നത് ഞാൻ വീണ്ടും പറയട്ടെ, പരിശുദ്ധാത്മാവ് ഏതവരുടെ ജീവിതത്തിലാണോ അവന്റെ ജീവിതത്തിൽ നിറഞ്ഞ കവിഞ്ഞിരിക്കുമ്പോഴാണ് ദൈവം ശുശ്രൂഷകൾ വെളിപ്പെടുത്തുന്നത്. ആമേൻ, സ്തോത്രം. അപ്പൊ നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയണം, പരിശുദ്ധാത്മാവ് കവിഞ്ഞൊഴുകണം. അപ്പൊ ഇന്നിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടെ വേണം ദൈവത്തെ സ്തുതിക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ. കിട്ടുന്ന ഒരു 45 മിനിറ്റ്, 1 മണിക്കൂർ കർത്താവിന് കൊടുക്കേണ്ട ഏറ്റവും നല്ല സ്തുതികൾ, കർത്താവിന് കൊടുക്കേണ്ട ഏറ്റവും നല്ല ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി, മഹത്വം കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയും നിങ്ങളുടെ ജീവിതത്തിൽ. ഒരു ബക്കറ്റ് നിറയുന്ന എങ്ങനെ അറിയാവും? ഒരു സെക്കൻഡ് കൊണ്ടല്ല ബക്കറ്റ് നിറയുന്ന. പൈപ്പിന്റെ അടിയിൽ വെച്ച് ചില നിമിഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വീഴുമ്പോഴാണ് ഒരു ബക്കറ്റ് നിറയുന്നത്. ഒരു സെക്കൻഡ് വെച്ചിട്ട് 10 മിനിറ്റ് വെളി വെച്ചാൽ ബക്കറ്റ് നിറയത്തില്ല. ബക്കറ്റ് നിറയണമെങ്കിൽ കണ്ടിന്യൂസ് പൈപ്പിന്റെ അടിയിൽ വെച്ച് വെള്ളം കണ്ടിന്യൂസ് വീഴുമ്പോഴാണ് ബക്കറ്റ് നിറയുന്നത്. അതുപോലെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ വെള്ളം വീഴുമ്പോൾ ബക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ വെള്ളം നിറയില്ല. അതുപോലെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ നിറയത്തില്ല. ശ്രദ്ധ കംപ്ലീറ്റ്ലി ദൈവത്തിന്റെ മേൽ ഫോക്കസ് ചെയ്തിരിക്കുമ്പോഴായിരിക്കും സ്തോത്രം ജീവിതം നിറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം തന്നെ നമുക്ക് പഠിക്കാം. ലൂക്കോസ് 4:1 വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവ് ഭൂമിയിലേക്ക് നടത്തി പിശാച് 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. മതി. ലൂക്കോസ് 4:1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ജീസസ് full of the Holy Spirit left Jordan and was led by the Spirit into the wilderness. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നാനം കഴിഞ്ഞ് കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി. ആമേൻ. ഞാൻ വീണ്ടും പറയട്ടെ, സ്നാനപ്പെട്ട കഴിഞ്ഞ് കർത്താവിന്റെ ശുശ്രൂഷയിലോട്ട് കാല് വെക്കുന്ന മുമ്പേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്നാനപ്പെട്ടവരാണ്. സ്തോത്രം, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ഒഴിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്നാനപ്പെട്ടാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ സ്നാനം ഏറ്റ് കഴിയുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ദൈവം നിനക്ക് ദാനമായി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് ദാനമായി തന്നിട്ടുണ്ട്. കർത്താവ് പാതിയായിട്ടല്ല ദൈവം തന്നത്, ദൈവം പൂർണ്ണമായിട്ടാണ് ദൈവം പരിശുദ്ധാത്മാവ് തന്നത്. ദൈവം പരിശുദ്ധാത്മാവ് പൂർണ്ണമായി തരുമ്പോൾ അതിനെ നിലനിർത്താൻ, ആ ലെവലിൽ നിലനിർത്തേണ്ട
വേണ്ടിയ ബാധ്യത നമുക്കുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയട്ടെ, പരിശുദ്ധാത്മാവ് എനിക്ക് കിട്ടി, ഇനി അത് കർത്താവിന്റെ റെസ്പോൺസിബിലിറ്റിയാ എന്നെ നിർത്തേണ്ടത്. അതല്ല, ദൈവം നിനക്ക് പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. അതേ ലെവലിൽ കവിഞ്ഞൊഴുകുവാൻ നീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ മുൻപേ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് സംഭവിച്ചത് എന്താണെന്നറിയാവോ? കർത്താവ് 40 ദിവസം 40 രാത്രി ഉപവസിക്കാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഈ ദേവസഭയോട് പറയട്ടെ, നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ലെവൽ കൂടണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കവിഞ്ഞൊഴിയണമെങ്കിൽ ചില ഉപവാസവും പ്രാർത്ഥനയും നിന്റെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. ചിലവർ പറയുന്നു ഉപവാസം വേണ്ട, ചിലവർ പറയുന്നു പ്രാർത്ഥന വേണ്ട. അത്യാവശ്യമുള്ള പോലെ പ്രാർത്ഥിച്ചാൽ മതി, ആവശ്യമുള്ളപ്പോൾ ഉപവസിച്ചാൽ മതി. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ശുശ്രൂഷ തുടങ്ങുന്ന മുൻപേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കർത്താവ് പോയി ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ശുശ്രൂഷ വെളിപ്പെടുമെന്ന് നിനക്ക് വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ശുശ്രൂഷ വെളിപ്പെടുമെന്ന് ദൈവം നിന്നോട് ഹല്ലേലൂയ ദൂത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ ദൈവജനമേ, നീ ആദ്യം ചെയ്യേണ്ടത് ഉപവസിക്കാൻ, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്? എവിടെ നിന്നാണ് ഞാൻ തുടങ്ങേണ്ടത്? ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം എന്നോട് വന്ന് സംസാരിക്കും, അത് ശരിയാണ്. പക്ഷെ നീ ചെയ്യേണ്ട ക്രിയ എന്ന് പറഞ്ഞാൽ നീ ആദ്യം ഉപവസിക്കുക, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. ഉപവാസത്തിൽ നടക്കുന്നത് ചെങ്കടകൾ പൊട്ടാറുണ്ട്. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശുശ്രൂഷകൾ വെളിപ്പെടാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവനോട് ഞാൻ പറയട്ടെ, നീ ഉപവസിക്കാൻ തുടങ്ങുക, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. ഫാസ്റ്റിംഗിൽ പോകുമ്പോൾ ഇവിടെ നമുക്ക് വായിക്കാൻ പറ്റുന്നത് ഒരു വിൽഡർനെസ്സിലോട്ട്, മരുഭൂമിയിലോട്ട് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോയി വായിക്കാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. ചിലവർ ചിന്തിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിൽക്കുമ്പോൾ സുഖമുള്ള ജീവിതമായിരിക്കും. പക്ഷെ മരുഭൂമിയിലാണ് നീ ചില പാഠങ്ങൾ പഠിക്കുന്നത്. ഹല്ലേലൂയ. മരുഭൂമിയിൽ വേറെ ആശ്രയിക്കാൻ വേറെ ആരുമില്ല. മരുഭൂമിയിൽ നീ പഠിക്കുന്നത് എന്റെ ദൈവത്തിന്റെ മേൽ ആശ്രയിച്ചാൽ മാത്രമേ ഹല്ലേലൂയ മരുഭൂമി ത്രൂ എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഉപവാസത്തിൽ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ചില മരുഭൂമിയുടെ അവസ്ഥ നിന്റെ ജീവിതത്തിൽ വരും. ഞാൻ പറയട്ടെ, ചിലപ്പോൾ വിശപ്പിടക്ക് കയറി വരും, ചില പ്രശ്നങ്ങളിടക്ക് കയറി വരും, ചിലതിന്റെ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളിടക്ക് കയറി വരും. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, എപ്പോഴൊക്കെ പിശാചി ഇടയ്ക്ക് കയറി വന്ന് ദൈവത്തെ ചലഞ്ച് ചെയ്തോ, ആ സമയത്ത് ദൈവവചനം വെച്ച് ദൈവം ആ പിശാചിനെ ശാസിച്ചു. ദൈവജനമേ, അപ്പൊ നീ ഉപവാസത്തിലും പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വേണ്ടി നിൽക്കുമ്പോൾ, പിശാചി എന്ത് ചാലഞ്ചസ് കൊണ്ടുവന്നാലും അതിന് ദൈവവചനം എടുത്ത് നീ ശാസിക്കണം. ഹല്ലേലൂയ. ഉപവാസത്തിന്റെ നീ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീരുമാനം പൂർത്തീകരിക്കണം. ഹല്ലേലൂയ. ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോകരുത്. നോ. ഹല്ലേലൂയ. നീ തീരുമാനം എടുക്കണം. ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവിന്റെ നിറവും കവിഞ്ഞു മുറിയണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും വേണം. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ ഹല്ലേലൂയ 14ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുന്നു, ഉപവാസം കഴിഞ്ഞ ദൈവം ഗലീലിലോട്ട് പോയതറിയാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ലൂക്കോസ് 4:1 വായിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ട് സ്തോത്രം ഉപവാസത്തിലോട്ട് കർത്താവായ യേശു ക്രിസ്തു കയറി. പക്ഷെ ഉപവാസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം സംഭവിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കയറി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കയറിയാൽ മാത്രമേ, if the Holy Spirit, if the power of the Holy Spirit ഉണ്ടെങ്കിൽ മാത്രമേ ശുശ്രൂഷകൾ വെളിപ്പെടുത്തുള്ളൂ. Yes, people of God, അത് സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ സ്വന്തം പരിശുദ്ധാത്മാവിന്റെ ശക്തി കവിഞ്ഞൊഴുകണമെങ്കിൽ പ്രാർത്ഥന വേണം. പ്രാർത്ഥനയുടെ കൂടെ ഉപവാസം വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയാണ് കർത്താവ് ശുശ്രൂഷ തുടങ്ങിയത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ തുടങ്ങാൻ അങ്ങനെയാണ്. അപ്പൊ ശുശ്രൂഷ തുടങ്ങണമെങ്കിൽ എന്തുവാണ് ആദ്യം വേണ്ടത്? ഉപവാസവും പ്രാർത്ഥനയും വേണം. ഹല്ലേലൂയ. വാഗ്ദത്തം കിട്ടി, ദൂത് കിട്ടിയിട്ട് വർഷം എത്രയായി? ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവരോ എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, കേൾക്കുന്നവരോട് ചോദിക്കട്ടെ, ഇന്നലെ കിട്ടിയ ദൂതാണോ ഇത്? ശുശ്രൂഷ വെളിപ്പെടുന്നത് ഇന്നലെ കിട്ടിയ ദൂതാണോ? അല്ല. ചിലവർക്ക് സാക്ഷീകരിക്കാൻ പറ്റും, 2 വർഷം മുമ്പേ കിട്ടിയൊരു ദൂത, 5 വർഷം മുമ്പേ കിട്ടിയൊരു ദൂത, 10 വർഷം മുമ്പേ കിട്ടിയ ദൂത. പിന്നെ എന്താ ശുശ്രൂഷ വെളിപ്പെടാത്തെ?
എന്താ ശുശ്രൂഷ തുടങ്ങാത്ത? ഇത് എന്നെ കൊണ്ട് സാധിക്കത്തില്ല, എനിക്ക് അതിന്റെ കഴിവില്ല. അത് ന്യായം, അത് മനുഷ്യൻ കൊടുക്കുന്ന ന്യായീകരണം. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ദൈവത്തിന് അതൊരു പ്രശ്നമല്ല. ഹല്ലേലൂയ. ആമേൻ. ശുശ്രൂഷ തുടങ്ങണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ശുശ്രൂഷ വെളിപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉപവസിക്ക ദൈവജനമേ, ഉപവസിക്ക ദൈവജനമേ, പ്രാർത്ഥിക്ക ദൈവജനമേ. 2021 365 ദിവസമുണ്ട്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. ഒരു മണിക്കൂറിൽ 60 മിനിറ്റ് ഉണ്ട്. ഒരു മിനിറ്റിൽ 60 സെക്കൻഡ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല 365 ദിവസത്തിൽ എനിക്ക് ഒരു ദിവസം പോലും ഉപവസിക്കാൻ പറ്റത്തില്ലെന്ന്. ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല. സ്തോത്രം. അതുകൊണ്ട് 365 ദിവസം നിന്റെ മുൻപേ ദൈവം ദാനമായി തരുന്നുണ്ടെങ്കിൽ 365 ദിവസത്തിൽ ചില ദിവസങ്ങൾ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ദൈവജനം സമയം മാറ്റി വെക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 10:37-38 വാക്യം വായിക്കാം. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ തുടങ്ങിയ യഹൂദയിലൊക്കെ ഉണ്ടായ വർത്തമാനം നസ്രനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവത്തോട് കൂടി ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്യും, പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ അറിയുന്നുവല്ലോ. 38 വാക്യത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, how God anointed Jesus of Nazareth with the Holy Spirit and power. രണ്ട് വാക്യമാണ് അവിടെ ഇട്ടിട്ടുള്ളത്, രണ്ട് വേർഡ്സ് ആണ് എഴുതിയിട്ടുള്ളത്. Holy Spirit and its power. പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉള്ളപ്പോഴാണ് നമുക്ക് ദൈവവചനത്തിൽ വായിക്കാൻ പറ്റുന്നത്. കർത്താവ് ശുശ്രൂഷ ഇറങ്ങിപ്പോൾ നല്ല കാര്യം ദൈവം ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. വിടുവിക്കാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പിശാചിന്റെ ശക്തിയുടെ അണ്ടറിൽ നിന്നവർക്ക് ദൈവം ഒരു വിടുതൽ കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറയട്ടെ ദൈവജനമേ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വൻ സാന്നിധ്യം ഇവിടെ വരുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പവർ, ആമേൻ, ദൈവത്തിന്റെ മൂവ്മെന്റ് ഈ സഭയിൽ ഇറങ്ങുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. എന്റെ ശുശ്രൂഷ വെളിപ്പെടണം. ആമേൻ. 2021 ആമേൻ സ്തോത്രമായ ശുശ്രൂഷ വെളിപ്പെടുമെന്ന ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. അനേക സഭകളിൽ നോക്കിക്കോ, അവർക്കെല്ലാം കൊടുക്കുന്ന ദൂതുകൾ തന്നെയാണ് ദൈവത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടുമെന്ന്. ആമേൻ സ്തോത്രം. തെരഞ്ഞെടുത്തവരാണ് ഇവിടെ ഇരിക്കുന്നത്, തെരഞ്ഞെടുത്തവരാണ് ഈ മെസ്സേജ് കേൾക്കുന്നത്. അപ്പൊ അവരോട് ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ നിറവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ നിമിഷം, ഈ സൺഡേ, ഈ മെസ്സേജിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ യേശുവിൻ നാമത്തിൽ അത് വ്യാപരിക്കണ്ട. യേശുവിൻ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇറങ്ങിയപ്പോൾ അവൻ ചെയ്തത് നല്ല കാര്യം. ഹല്ലേലൂയ. അവൻ ചെയ്യാൻ തുടങ്ങിയത്, അവൻ പിശാചിന്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കാൻ ദൈവം തുടങ്ങി. ഹല്ലേലൂയ. അനേകരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ദൈവം കൽപ്പിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നീ ചിലവരുടെ ജീവിതത്തിൽ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് കാണും. പക്ഷേങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആമേൻ ആ പ്രാർത്ഥനയിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഹല്ലേലൂയ, ചിലവർ വിടുവിക്കപ്പെടും. ആമേൻ. സ്വന്തം ചിലവർ ഹല്ലേലൂയ സ്വന്തം ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ചിലവർ ദൈവത്തെ നൃത്തം ചെയ്ത് സ്തുതിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നീ കാണാൻ പോകും അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ വ്യാപരിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ചലനം അവിടെ ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇരിക്കുന്ന അഭിഷക്തന്മാരോട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് തന്ന അഭിഷേകം ചെയ്തവർ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അഭിഷക്തന്മാരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ ആമേൻ നീ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് സത്യമാണ്, അത് വാസ്തവമാണ്, അത് ഇപ്പോഴും ഇന്നും ജീവിക്കുന്നു. അത് മനസ്സിലാക്കുന്നവർ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ ഞാൻ പറയട്ടെ, നീ നല്ല കാര്യം ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. ചിലവരുടെ ജീവിതത്തിൽ വിടുതൽ വരാൻ തുടങ്ങും. ഹല്ലേലൂയ. ചിലവരോട് നീ ശുശ്രൂഷിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷകൾ വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ആമേൻ. എവിടെ സ്റ്റെപ്പ് വെക്കണമെന്ന് ചിന്തിക്കുന്ന സമയത്തിൽ നീ പോലും അറിയാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിൽക്കുമ്പോൾ ശുശ്രൂഷകൾ വെളിപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ.
റോമർക്ക് ലേഖനം 8:26-27 വാക്യം ഒന്ന് വായിക്കാം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ വേദനയിലേക്ക് തുറന്നു നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ അനുസരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവത പ്രകാരം പക്ഷപാതം ചെയ്തതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത എന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നത് അറിയിക്കും. റോമർക്ക് ലേഖനം 8:26 വാക്യം വായിക്കുന്നത്. In the same way, the Spirit helps us in our weakness. We do not know what we ought to pray for, but the Spirit Himself intercedes for us through wordless groans. Hallelujah. ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട്, വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ഞാൻ ദൈവജനത്തിനോട് പറയട്ടെ. മാനസികമായി നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ വായിൽ നിന്ന് പ്രാർത്ഥനകൾ വരില്ല. ആമേൻ. നിന്റെ വായിൽ നിന്ന് സ്തുതികൾ വരില്ല, ആരാധനകൾ വരില്ല. പക്ഷെ പരിശുദ്ധാത്മാവിൽ നിൽക്കുന്നവൻ, പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആമേൻ സ്വതന്ത്രം ആശ്രയിക്കുന്നവനോട് ദൈവവചനം പറയുന്നു. ആമേൻ സ്വതന്ത്രം നിനക്ക് ചിലപ്പോൾ അറിയത്തില്ല എന്തുവാണ് പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ പരിശുദ്ധാത്മാവ് ആമേൻ സ്വതന്ത്രം അവിടെ വെച്ച് ആമേൻ സ്വതന്ത്രം നിന്നോട് പ്രാർത്ഥിക്കേണ്ട വിഷയം നീ പോലും അറിയാത്ത ഭാഷയിൽ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആത്മാവിൽ ആമേൻ സ്തോത്രം. ഈ ജനം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. ഹല്ലേലൂയ. ചിലപ്പോൾ മാനസികമായ വിഷയങ്ങൾ നിന്റെ മുൻപേ ഇല്ലായിരിക്കും. പക്ഷേ ഹല്ലേലൂയ മാനസിക ബുദ്ധിയിൽ ചിന്തിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ നിന്റെ മുൻപിൽ ഇല്ലായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു നീ പോലും അറിയാത്ത ചില മേഖലകളിൽ ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അതിനകത്ത് നീ പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നീ ഒന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അഗ്രിപ്പ രാജാവിന്റെ മുൻപേ അപ്പോസ്തലനായ പൗലോസ് നിൽക്കുമ്പോൾ അഗ്രിപ്പ രാജാവ് പൗലോസിനോട് ചോദിച്ചു, ഈ ചെറിയ നിമിഷത്തിൽ ആമേൻ നിനക്ക് എന്നെ ക്രിസ്ത്യാനിയാക്കി മാറ്റാൻ പറ്റുമോ എന്ന്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ മാത്രമല്ല എന്റെ ചുറ്റും നിൽക്കുന്നവർ ആമേൻ സ്തോത്രം എന്റെ ദൈവത്തെ അറിയും. ഈ ചെങ്കലെ ഒഴിച്ച് ഞാനും എന്റെ ചുറ്റും നിൽക്കുന്നവർ ഹല്ലേലൂയ ഈ ദൈവത്തെ അറിയും. ആമേൻ. ചില കാര്യത്തിൽ ചില സ്ഥലത്തിൽ എന്ത് സംസാരിക്കണമെന്ന് ചിലപ്പോൾ നിനക്കറിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് നിൽക്കുമ്പോൾ നീ പോലും അറിയണം നിന്റെ നാവിൽ വചനം ദൈവം തരുക. യേശുവിൻ നാമത്തിൽ ഇവിടെ ഇരിക്കുന്നവർ വിശ്വസിച്ചേ, ഇതിൽ ഇരിക്കുന്നവർ അത് കേട്ടേ, ഇവിടെ ഇരിക്കുന്നവർ അത് ഏറ്റെടുത്തേ. ആമേൻ. പൗലോസ് പറഞ്ഞു ചെങ്കല ഒഴിച്ച് ഇവിടെ ജീവിക്കുന്നവൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ സ്തോത്രം. ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഈ ഭിത്തി ഒഴിച്ച് ജീവനോടെ ആമേൻ ജീവനോടെ ചലിക്കുന്നവൻ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ഈ ഭിത്തി ചിലപ്പോൾ തുറക്കത്തില്ല, പക്ഷെ ജീവനുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഈ ചെങ്കല ഒഴിച്ച് എന്റെ വചനം കേൾക്കുന്നവന് നിങ്ങളെ മാത്രമല്ല, ഞാൻ മാത്രമല്ല, എന്റെ ചുറ്റും നിൽക്കുന്നവരും എന്റെ ദൈവത്തെ അറിയുക. ആമേൻ. അതുപോലെ സത്യം, അതുപോലെ ശക്തമേറിയ ശുശ്രൂഷ, അതുപോലെ ശക്തമേറിയ ദൈവവചനം ആമേൻ നിന്റെ നാവിന്റെ പുറപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്റെ ജീവിതത്തിൽ കവിഞ്ഞൊഴുകട്ടെ. ദൈവജനമേ യേശുവിൻ നാമത്തിൽ എന്റെ ശുശ്രൂഷ കാണുമ്പോൾ നീ പറയുക, നീ വെല്ലുവിളിക്കുന്ന ദൈവമുണ്ടല്ലോ, എന്റെ ദൈവത്തിന് എന്നെ മാത്രമല്ല നിന്നെ പോലും സ്വാധീനിക്കാൻ കഴിയുക. അവൻ എന്നെ മാത്രമല്ല നിന്നെ പോലും സ്വാധീനിക്കാൻ കഴിയുക. നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെ കൂടി ദൈവം സ്വാധീനിക്കുക. യേശുവിൻ നാമത്തിൽ അവൻ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് ശുശ്രൂഷിച്ച പോലെ ഇവിടെ ഇരിക്കുന്നവർ ചെലവൻ, ഇത് കേൾക്കുന്നവർ ചെലവൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് കഴിയുന്ന നാടകം തരുന്നു, ശുശ്രൂഷകൾ വെളിപ്പെടുന്നു, പരിശുദ്ധാത്മാവിന്റെ നിറവ് പതിഞ്ഞൊഴുകുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ചിലവർ ശുശ്രൂഷിക്കാൻ തുടങ്ങുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവജനമേ അത് സ്വീകരിക്കുന്നവർ ഇപ്പൊ തന്നെ അവരുടെ നിമിഷത്തിൽ, ഇപ്പൊ തന്നെ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നു. Glory, hallelujah. Glory, hallelujah. Hallelujah. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം ഇതുപോലത്തെ വാക്യങ്ങൾ അനേകരുണ്ട്. പരിശുദ്ധാത്മാവ് എവിടൊക്കെ കൊണ്ടുപോയോ
പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിൽ നിന്ന് പ്രവർത്തിച്ച അപ്പോസ്തലനായ പൗലോസാണ്. ഹല്ലേലൂയ. മാനുഷികമായി ഒത്തിരി സ്തുതിക്കുക, ആരാധിക്കുക, ദൈവജനമേ കൈയടിക്കുക പറയേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പ്രവർത്തിച്ച അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ വാക്യങ്ങൾ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ ചലനങ്ങളുണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു എവിടെ നിൽക്കുവാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവും ശക്തിയിലും ഓപ്പറേറ്റ് ചെയ്ത കർത്താവായ യേശു ക്രിസ്തു എവിടെ നിന്നാലും ദേശത്തിന്റെ അങ്ങേറ്റം കാല് വെക്കുമ്പോൾ തന്നെ ചില ഭൂതങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാല് വെക്കുമ്പോൾ തന്നെ ചിലവർ അലറി പോകുന്ന സ്തോത്രം. ഹല്ലേലൂയ യേശുവേ. അതുപോലെ ശുശ്രൂഷകൾ വെളിപ്പെടുന്നു ദൈവസഭയിൽ. ഞാൻ പറയട്ടെ, ഭൂതങ്ങളെ ഇറക്കുന്ന ശുശ്രൂഷ വെളിപ്പെടുന്നു ഈ ദൈവസഭയിൽ. ഭൂതങ്ങൾ ഭൂതങ്ങൾ ഇരിക്കാൻ പറ്റാത്ത ശുശ്രൂഷകൾ എന്ത് പറയണം, എന്ത് ചലിക്കണം, എങ്ങനെ നിൽക്കണമെന്ന് നീ അറിയണ്ട. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിന്ന് നിൽക്കുമ്പോൾ നീ നിൽക്കുന്ന സമയത്തിൽ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഓപ്പറേറ്റ് ചെയ്തപോലെ ആ ദേശത്തിൽ നടക്കുമ്പോൾ അലറിപ്പോകും ഭൂതങ്ങൾ, അലറിപ്പോകും ഭൂതങ്ങൾ, അലറിപ്പോകും ഭൂതങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്ന ദൈവസഭയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിലുള്ള, യേശുവിന്റെ അധികാരമുള്ള നാമത്തിലുള്ള കാല് വയ്ക്കുമ്പോൾ തന്നെ എന്തിനാണ് നീ ഇവിടെ വന്നത്, എന്ത് തെറ്റാണ് ഞങ്ങൾ നിങ്ങളോട് ചെയ്തത്, ഭയക്കുന്ന ശുശ്രൂഷകൾ, ഭൂതങ്ങൾ പറയ്ക്കുന്ന ശുശ്രൂഷകൾ, അധികാരമുള്ള ശുശ്രൂഷകൾ, അധികാരത്തോടെ ഭൂതങ്ങളെ ഇറക്കുന്ന ശുശ്രൂഷകൾ യേശുവിന്റെ നാമത്തിൽ യേശുവിൻ നാമത്തിൽ വെളിപ്പെടുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അധികാരത്തോടെ ദൈവത്തെ സ്തുതിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിന്ന് അവൻ ദൈവജനം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഏറ്റെടുത്ത് കഴിഞ്ഞ 31-ാം തീയതി ഹല്ലേലൂയ ഇവിടെ പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം റിലീസ് ചെയ്യുന്ന സമയത്ത് ദൈവാത്മാവ് ശക്തമായി എന്നോട് ഇടപെട്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ ദൈവജനത്തിനോട് ഞാനത് പറഞ്ഞില്ല. ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. വാഗ്ദത്തം റിലീസ് ചെയ്തപ്പോൾ ആമേൻ, സ്തോത്രം, ശുശ്രൂഷകൾ വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് അരുളി ചെയ്തപ്പോൾ ദൈവാത്മാവ് പറഞ്ഞൊരു വാക്യമുണ്ട്, ഏലിയാവിന്റെ മേൽ കിടന്ന അഭിഷേകം. ഹല്ലേലൂയ. അന്ത്യകാലത്തിൽ ഏലിയാവിന്റെ അഭിഷേകം പകരുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. ഇത് പറഞ്ഞപ്പോൾ ഏലിയാവിന്റെ മേലിരുന്ന അഭിഷേകം ദൈവം റിലീസ് ചെയ്യുമെന്ന് ദൈവത്തിന് ശക്തമായി ഇടപെട്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറയാതിരുന്നത്, ഞാൻ ചിന്തിച്ചു ചിലപ്പോൾ അത് എന്റെ മനസ്സിൽ നിന്ന് വന്ന കാര്യമായിരിക്കും. പക്ഷെ വേറെ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്നോട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ മണ്ണവാരല്ല, ഇവിടെ ഇരിക്കുന്നവർ ഹല്ലേലൂയ ചുമ്മാ കല്ലിനെ മണ്ണിനെ സേവിക്കുന്ന ദൈവമല്ല, ജീവനുള്ള ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവനുള്ള ദൈവം ഏലിയാവിന്റെ മേലെ കണ്ട അഭിഷേകം ഞാൻ ഈ ദേശത്തിന്റെ മേലെ റിലീസ് ചെയ്യുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ സംഭവിക്കുന്ന സ്വീകരിക്കുന്നവരെ ദൈവത്തെ അവിടെ വരവടക്കാറായി അഭിഷേകത്തിന്റെ ഏലിയാവിന്റെ അഭിഷേകത്തിൽ നിന്ന് അനേകരെ വലിച്ചെടുക്കുന്ന, അനേകരെ ചലഞ്ച് ചെയ്യുന്ന, പിശാചിനെ ചലഞ്ച് ചെയ്യുന്ന അഭിഷേകത്തിന്റെ നിലവാരം ഈ ദേവസഭയിൽ പകരുന്നു. നീ കേൾക്കുന്ന നിന്റെ ജീവിതത്തിൽ അത് പകരുന്നു. ഈ മെസ്സേജ് കേൾക്കുന്നു, ഈ നിമിഷം കേൾക്കുന്നവർ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത്
ഇതിനകത്ത് എഴുതിയിട്ടില്ല. ഇപ്പൊ ഓൺ ദ സ്പോട്ടിൽ കണ്ടെന്ന വാക്യമാണ്. ഹല്ലേലൂയ. ഏലിയാവ് മുൻപേ നിന്നപ്പോൾ, കർമ്മേൽ എന്ന മലയിൽ നിന്നപ്പോൾ ഏലിയാവ് പറഞ്ഞു, നീ ഒന്ന് തുള്ള, നിന്റെ ദൈവം ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും, നിന്റെ ദൈവം ചിലപ്പോൾ കറങ്ങാൻ പോയിരിക്കുമായിരിക്കും, നീ ഒന്ന് തുള്ള. ഒരു പേടിയില്ലാതെ ഏലിയാവ് അവിടെ നിന്നു. കാരണം ഏലിയാവിനെ അറിയാം, ഞാനൊന്ന് വിളിച്ചാൽ സ്വർഗം തുറന്ന് അവൻ അനുഗ്രഹിക്കുന്ന കർത്താവ് എനിക്കുണ്ട്. യെസ്, ഹല്ലേലൂയ. ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല, അനേക എക്സ്പീരിയൻസ് എന്റെ ജീവിതത്തിലുണ്ട്. മരുഭൂമിയിൽ ഞാൻ നടന്നപ്പോൾ കാക്കയെ കൊണ്ട് എന്നെ പോഷിപ്പിച്ച ഒരു ദൈവമുണ്ടെന്ന് ഏലിയാവിനെ അറിയാമായിരുന്നു. അതുകൊണ്ട് നാടൂർ പ്രവാചകന്മാർ തലയിൽ കുത്തി നിന്ന് അവൻ ചാടി അവരുടെ ദൈവത്തിന് വേണ്ടി സ്തുതിക്കുമ്പോൾ ഏലിയാവ് സുഖമായി അവിടെ നിന്നു. അവന്റെ അഭിഷക്തന് ഒരു അനർത്ഥം വരില്ല, അവന്റെ അഭിഷക്തന് ഒരു പേടിയില്ല. നീ നിർത്തിക്കോ, നീ ചാടിക്കോ, നിന്ന് തുള്ളം ചെയ്തോ, അവൻ നിന്റെ ദൈവം ഉറങ്ങിപ്പോയി. അതുപോലെ ചാലഞ്ച് ചെയ്യുന്ന ശുശ്രൂഷകൾ, ഹല്ലേലൂയ, അതുപോലെ പിശാചിനെ വെല്ലുവിളിക്കുന്ന ശുശ്രൂഷകൾ. ഞാൻ പറയട്ടെ, ചെറിയ ശുശ്രൂഷയല്ല കേട്ടോ, വലിയ മഹത്വമുള്ള അധികാരമുള്ള ഹല്ലേലൂയ ശുശ്രൂഷ. യെസ്, ആമേൻ. അപ്പൊ ആ ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ എന്തുവാ ചെയ്യുന്നത്? ഉപവസിക്കാൻ, പ്രാർത്ഥിക്കാൻ. ഇത് മാത്രം ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ല. മഹത്വമേറിയ ശുശ്രൂഷ ദൈവം കയ്യിൽ തരണമെങ്കിൽ ദൈവത്തിനത് ബോധ്യപ്പെടണം. ദൈവത്തിന് മനസ്സിലാക്കണം, ഇവൻ എനിക്ക് വേണ്ടി നിൽക്കുമെന്നവനാണ്. എന്ത് വന്നാലും മാറില്ലവൻ. അതോ അങ്ങനെയാണ് ദൈവം വലിയ ശുശ്രൂഷകൾ തരുന്നത്. ദൈവത്തിനൊന്ന് ബോധിച്ചാൽ ഉണ്ടല്ലോ, ഏത് ദൈവസഭയെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, ഏത് പാസ്റ്റർമാരുടെ മുമ്പ് ബൈബിൾ കോളേജിന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. ഏത് ദേവദാസൻ എന്ത് പറഞ്ഞാലും I don't know, my Lord leads me, the Spirit of the Lord leads me. ഇങ്ങനെ പറയുന്നവർ എനിക്കും ചിലവർ. അപ്പോസ്തലനായ പൗലോസ് ഇതുപോലത്തെ ഒരു സാക്ഷ്യം പറഞ്ഞു. എന്തുവാ ചെയ്യാൻ പോകുന്ന അദ്ദേഹത്തിന് പോലും അറിയത്തില്ല. ആ വാക്യം ഞാൻ ഒന്ന് വായിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 20:22 വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 20:22 വാക്യം. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. ക്രിസ്തുനാമ പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ നേരിടാനൊന്നും ഞാൻ അറിയുന്നില്ല. അവിടെ നേരിടാൻ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന് ഒന്നും അറിയത്തില്ല. മാനസിക ചിന്താഗതികളല്ല അപ്പോസ്തലനായ പൗലോസിനെ ഭരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് അപ്പോസ്തലനായ പൗലോസിനെ നടത്തുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു സ്ഥലത്തിൽ നിന്ന് നീ എന്ത് സംസാരിക്കും, ഒരു സ്ഥലത്തിൽ നിന്ന് നീ എന്ത് പ്രസംഗിക്കും, ഒരാൾക്ക് വേണ്ടി നീ എങ്ങനെ പ്രാർത്ഥിക്കും, അത് നിന്റെ പ്രശ്നമല്ല, അത് പരിശുദ്ധാത്മാവ് നോക്കിക്കോളും. പരിശുദ്ധാത്മാവ് നിന്നോട് കമ്പൽ ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുമായിരുന്നു യെരൂശലേമിലോട്ട് പോകാൻ. ചില ഫോഴ്സ് വരും നിന്റെ ജീവിതത്തിൽ. ആമേൻ. ചില സമയത്തിൽ ഈ വരുന്ന മാസം, ഈ 2 മാസത്തിനുള്ളിൽ, ഇതൊരു ദൂതാണ് കേട്ടോ, 2 മാസത്തിനുള്ളിൽ ചിലവരുടെ മനസ്സിൽ വരും, ഇരുന്ന് പ്രാർത്ഥിക്കും. ആമേൻ. എന്ത് സാധിക്കാനാണെന്ന് ചിലപ്പോൾ ചിന്തിക്കും, നിനക്ക് അതിന്റെ ഉത്തരം കിട്ടത്തില്ല. പക്ഷെ ഈ 2 മാസം എഴുതി വെച്ചോ. 2 മാസത്തിനുള്ളിൽ ആമേൻ ചിലവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവെന്ന് കമ്പനി നീ ഇരിക്ക. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്ക് എന്ത് സംഭവിക്കും എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഡ്യൂട്ടി കാണും, ചിലപ്പോൾ ഡേ കെയർ കാണും, ചിലപ്പോൾ മാതാപിതാക്കളെ നോക്കണം, ചിലപ്പോൾ ഭർത്താവിനെ നോക്കണം, ചിലപ്പോൾ ഭാര്യയെ നോക്കണം. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്കറിയത്തില്ല മുൻപോട്ട് എന്താണ്, എന്നാലും ഞാൻ പോവാ. ആ വിളി കേൾക്കുമ്പോൾ ഇരുന്നോണം. കേൾക്കുന്നവരോട് ഞാൻ പറഞ്ഞ 2 മാസത്തിനുള്ളിൽ ചിലവർക്ക് ഹല്ലേലൂയ ആമേൻ ചിലവർക്ക് എന്തൊരു ദൂതായി ഇത് ആർക്ക് വേണേ ആകാലോ, ആർക്ക് വേണേ ആകാം. സ്വീകരിക്കുന്നവന്റെ ജീവിതത്തിൽ ഇത് വൻ പ്രവൃത്തി ചെയ്യും. ഹല്ലേലൂയ. സ്വീകരിക്കുന്നവന്റെ ജീവിതത്തിൽ വൻ പ്രവൃത്തി ചെയ്യുക. അപ്പോസ്തലനായ പൗലോസ് നടന്നത് ആമേൻ സ്തോത്രം കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലാണ്. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ഞാൻ എന്തോ പ്രാർത്ഥിക്കണം, എങ്ങനെ ചെയ്യും, ഏത് ഭാഷകൾ ഞാൻ പറയും, എങ്ങനെ ഭൂതങ്ങളെ ഞാൻ പുറത്താക്കണം, നീ ചിന്തിക്കണ്ട. ആമേൻ. പരിശുദ്ധാത്മാവ് അത് ചെയ്തോളും. ദൈവമാണ് നിന്റെ മേൽ അധികാരം സ്ഥാപിച്ചത്. ആമേൻ സ്തോത്രം. ചിലവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വിഷയം എന്താണെന്ന് അവൾ പോലും പറയാതെ നിന്റെ മനസ്സിൽ ദൈവം തന്നോണ്ടിരിക്കുക. യേശു അതാണ് പരിശുദ്ധാത്മാവിന്റെ
ശക്തി, അല്ലെങ്കിൽ അവൻ ചിലവരെ അയച്ച് അവരുടെ ഹിസ്റ്ററി അറിഞ്ഞ് ഫ്രണ്ടിൽ കയറി പറയുന്നല്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് അവൻ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. ദൈവജനമേ, അതെത്ര പേർ സ്വീകരിക്കുന്നു? അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി, അതാണ് പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റ്. ഹല്ലേലൂയ. ബൈബിളിൽ അനേക സ്റ്റോറികൾ ഇങ്ങനെയുണ്ട്. ബൈബിളിൽ അനേക സ്റ്റോറികൾ ഇങ്ങനെയുണ്ട്. പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി അവിടെ പോയി ചെയ്തു, പിന്നെ ആളെ കാണാനില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്ന പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആളെ കാണുന്നില്ല. That is the power of the Holy Spirit. Hallelujah. പഴയ കാലത്ത് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും അത് സംഭവിക്കുന്ന എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. കാരണം അന്നും ഇന്നും എന്നും ദൈവം ഒന്നാണ്. ദൈവം സ്വഭാവം മാറ്റാറില്ല. മനുഷ്യന്റെ സ്വഭാവം മാറുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം മാറില്ല. അപ്പൊ അന്ന് ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നും ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങളുടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ജീവനുള്ള ദൈവത്തെ, ജീവനുള്ള മനുഷ്യനായി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ 16:13-14 വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ആമേൻ. കിട്ടുന്ന വെളിപ്പാട് കർത്താവിന്, കിട്ടുന്ന ആലോചന ദൈവത്തിന്. ഹല്ലേലൂയ. വേറെ ഒന്നും അതിനകത്ത് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ആർക്കും അവിടെ സാധിക്കത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, but when he എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, when the spirit of truth comes, he will guide you into all the truth. അപ്പൊ ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ, ആ നേരെ വഴി കൂടെ സഞ്ചരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവാണ് അത് കൊണ്ടുപോകുന്നത്. പരിശുദ്ധാത്മാവാണ് നടത്തിക്കൊണ്ട് കൊണ്ടുപോകുന്നത്. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആമേൻ, അവൻ ഇഷ്ടമുള്ള വാക്യം അവൻ പറയില്ല, അവൻ പറഞ്ഞത് അവൻ കേൾക്കുന്നത് മാത്രം. ആമേൻ, സ്തോത്രം. ഇനി വരാനുള്ളത് എന്താണെന്ന് പോലും അത് പറഞ്ഞു തരും. അവൻ എന്നെ മഹത്വപ്പെടുത്തും, കാരണം അവനത് കിട്ടുന്നത് എന്റേതാണ്. ഹല്ലേലൂയ. അപ്പൊ നിന്റെ ജീവിതത്തിലുള്ള പദ്ധതികൾ അത് ദൈവത്തിന്റെ കരത്തിലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ അത് ഉണ്ടെങ്കിൽ, നിനക്കത് കിട്ടണമെങ്കിൽ അതിന്റെ ഒരു ബ്രിഡ്ജാണ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ആ ബ്രിഡ്ജിൽ കൂടെ സഞ്ചരിച്ചാൽ മാത്രമേ കർത്താവിന് കിട്ടേണ്ടത് നിനക്ക് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വേറെ ഒന്നും പറയത്തില്ല, അവൻ ഇഷ്ടമുള്ളതൊന്നും പറയത്തില്ല, കിട്ടുന്നത് മൊത്തം കർത്താവിന്. ഹല്ലേലൂയ. അങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസും ജീവിച്ചത്. അവൻ ദൈവത്തിന് കിട്ടുന്ന ഡയറക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, ഡയറക്റ്റ് സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഇനി ബൈബിളിൽ ഒരാളുടെ കൂടി പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 8:29 വാക്യം ഒന്ന് വായിക്കാം. ആമേൻ. ഈ സ്റ്റോറി നല്ലോണം വായിക്കണം. ഇതിനകത്ത് ശുശ്രൂഷ വെളിപ്പെടും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പ്രാർത്ഥനയോടെ ദൈവജനം ഇരിക്കണം. ഹല്ലേലൂയ. ഇവിടെ ഫിലിപ്പ്, ആമേൻ, കർത്താവിന്റെ ദാസനായ ഫിലിപ്പ്, ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പിനോട് പറഞ്ഞു, ഈ കുതിരയുടെ ആ ചാരിയറ്റിന്റെ അടുത്ത് പോയി നീ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. ഈ സ്റ്റോറി ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറയാം, എന്തുവാണ് സംഭവിക്കുന്നത്. ഇത്യോപ്യൻ ഈനോക്ക്, ആമേൻ, അവിടെ ആ സ്ഥലത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ഥലത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ, ആമേൻ, ആ ഈനോക്കിന്റെ വാഹനത്തിൽ അദ്ദേഹം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്ന വചനം 32-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആമേൻ. അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നത് 32-ാമത്തെ വാക്യവും 33-ാമത്തെ വാക്യമാണ്. He was led like a sheep to the slaughter, and as a lamb before its shearer, so he did not open his mouth. In his humiliation, he was deprived of justice. Who can speak of his descendants? For his life was taken from the earth. ഈ വാക്യമാണ് ആ ഇത്യോപ്യൻ ഈനോക്ക്, ആമേൻ, കുതിര വണ്ടിക്കകത്ത് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതാരെ പറ്റിയാണ് ഇത് വചനത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് ഈ ഇത്യോപ്യൻകാർ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ആ കുതിര വണ്ടിയുടെ അപ്പുറത്ത് പോയി നിൽക്ക്.
ഹല്ലേലൂയ. ഫിലിപ്പോസ് എവിടെയാണെന്ന് അറിയാം ആ സമയത്ത്? ഫിലിപ്പോസ് ആ സമയത്തിൽ 8:4 വാക്യത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നത് ശമരിയയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫിലിപ്പ്. ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഫിലിപ്പിനോട് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറഞ്ഞു, നീ യെരൂശലേം ഗാസ സ്ട്രിപ്പിലോട്ട് പോവാൻ. ശമരിയ തൊട്ട് ഗാസ സ്ട്രിപ്പ് വരെ 156 കിലോമീറ്റർ ഉണ്ട്. 156 കിലോമീറ്റർ സഞ്ചരിക്കാൻ ദൈവത്തിന്റെ ദൂതൻ ഫിലിപ്പോസോട് പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ ഫിലിപ്പോസോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ആ കുതിരവണ്ടിയുടെ അപ്പുറത്ത് പോയി നിൽക്കാൻ. ഫിലിപ്പോസ് ആ കുതിരവണ്ടിയുടെ അപ്പുറത്ത് പോയി നിന്നപ്പോൾ ആണ് അല്ലെങ്കിൽ 34 വാക്യത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നത്, ആ ഇഥിയോപ്യൻകാരൻ ഫിലിപ്പോസോട് ചോദിച്ചു, ഇതാ ഏത് പ്രവാചകന്റെ പറ്റിയാണ് ഈ വചനത്തിൽ എഴുതിയിട്ടുള്ളത്? അങ്ങനെ 35 വാക്യത്തിൽ ഫിലിപ്പോസ് ആ ഇഥിയോപ്യൻകാരോട് കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ തന്നെ 36 വാക്യത്തിൽ ആ ഇഥിയോപ്യൻകാർ ജലസ്നാനം എടുത്തെന്ന് വായിക്കാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ശുശ്രൂഷയിലോട്ട് ഞാൻ കയറി വരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ശമരിയയിൽ നിന്ന ഫിലിപ്പോസിനെ, ഹല്ലേലൂയ, ശമരിയയിൽ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, നീ ഗാസ സ്ട്രിപ്പിലോട്ട് പോകുക. ആമേൻ, ആമേൻ. ചില നിയോഗങ്ങൾ കിട്ടുമ്പോൾ അനുസരിച്ചോണം. ഹല്ലേലൂയ. ചോദ്യം ചോദിക്കാൻ പോകരുത്. ഞാൻ ഇവിടെ ശമരിയയിൽ നിൽക്കുന്നുണ്ടല്ലോ, ശുശ്രൂഷ ചെയ്യുന്നുണ്ടല്ലോ, അത്യാവശ്യമായി ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് തർക്കുത്തരം ഫിലിപ്പോസ് പറഞ്ഞില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൂതൻ വന്ന് അവൻ ഫിലിപ്പോസോട് പറഞ്ഞു, നീ ഇനി യെരൂശലേം വഴി ഗാസ സ്ട്രിപ്പിലോട്ട് പോ. അവിടം വരെ എത്തി കഴിഞ്ഞിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞത്, ഇനിയും നീ ആ കുതിരവണ്ടിയുടെ അപ്പുറത്ത് പോയി നിൽക്കുക. ചില സ്റ്റെപ്പുകൾ ആദ്യം എടുക്കണം. ഹല്ലേലൂയ. ചില വഴികൾ 156 കിലോമീറ്റർ ഫിലിപ്പോസ് നടന്നു. ചില മരുഭൂമിയിൽ ത്രൂ ചിലപ്പോൾ നടക്കേണ്ടി വരും. നടക്കുമ്പോൾ പ്രത്യേകമായി ഒന്നും കേൾക്കത്തില്ലായിരിക്കും. പക്ഷെ വാഗ്ദത്തമുണ്ട്, ഗാസ സ്ട്രിപ്പിൽ പോയി ഒരു അത്ഭുതം ചെയ്യാനുണ്ടെന്ന്. ഹല്ലേലൂയ. ഫിലിപ്പോസിനെ അറിയില്ലായിരുന്നു അവിടെ ഒരു ഇഥിയോപ്യൻകാരൻ ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ടെന്ന്. പക്ഷെ സ്വർഗത്തിലിരിക്കുന്ന കർത്താവ്, സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ ഫുട് സ്റ്റൂള്. ഈ മുഴുവൻ ഭൂമിയിൽ ഒരു സ്ഥലത്തിൽ ഒരു ചെറിയ കുതിരവണ്ടിക്കകത്ത് ഇരുന്ന ഒരു ഇഥിയോപ്യൻകാര് വായിക്കുന്ന വചനം ദൈവം കണ്ടു. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യനെ കാണാൻ പറ്റത്തില്ല. ആമേൻ. മനുഷ്യനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ആമേൻ. അവനവിടെ വായിച്ചിരിക്കുമ്പോൾ ഇതാരുടെ പറ്റിയാണ് ഇത് വായിച്ചത്? ഇതാരുടെ പറ്റിയാണ് ദൈവമേ ഇത് നീ പറയുന്നത്? ആരെങ്കിലും എന്നോട് എന്തെങ്കിലും വന്നത് പറഞ്ഞതാ? ഇങ്ങനെ അവന്റെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന മുഴങ്ങിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഉത്തരമായിരിക്കും ഫിലിപ്പോസോട് പറഞ്ഞത്, നീ ആ കുതിരയുടെ വണ്ടിയുടെ അടുത്ത് പോയി നിൽക്ക. അവൻ അവിടെ നിന്നപ്പോൾ തന്നെ അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഇഥിയോപ്യൻകാരൻ പറഞ്ഞു, ഇനി ഞാൻ തടയാൻ കഴിയും, ഇനി ഞാൻ സ്നാനമെടുക്കും. ഹല്ലേലൂയ. ഈ കാണുന്ന ജലത്തിന്റെ മുൻപേ വണ്ടി നിർത്ത. ആർക്ക് എന്നെ തടയാൻ പറ്റും? ഞാനൊന്ന് കാണട്ടെ. ഞാൻ യേശുവെ സ്വീകരിക്കുന്നു. ആ ജലസ്നാനമെടുത്ത അവന്റെ രാജ്യത്തിലോട്ട് ചെന്നു ആ ഇഥിയോപ്യൻകാരന്. ആമേൻ. പരിശുദ്ധാത്മാവിൽ നീ സഞ്ചരിക്കുവാണെങ്കിൽ ചില സ്ഥലത്തിൽ ദൈവം നിന്നെ കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇതൊരു ദൂത കേട്ടോ. ഹല്ലേലൂയ. ചിലപ്പോ നീ ശമരിയയിൽ നിന്ന്, ഹാമിൽട്ടണിൽ നിന്ന് നീ ചിലപ്പോ നല്ലോണം ജീവിക്കുമായിരിക്കും. പക്ഷെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഫിലിപ്പോസിന്റെ അവസാനത്തിൽ ഭാഗത്തിൽ പറയുന്നു, അവൻ കർത്താവിനോട് വചനം പറഞ്ഞു കഴിഞ്ഞ് അവൻ ജലസ്നാനം ഏറ്റ് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ അവിടെ നിന്ന് മാറ്റി. ഫിലിപ്പോസിനെ അവിടെ നിന്ന് മാറ്റി വേറെ ദേശത്തോട് കൊണ്ടുപോയി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ശുശ്രൂഷ എങ്ങനെയെന്നറിയോ? നിന്റെ ബേസ് ഹാമിൽട്ടണിലായിരിക്കും, പക്ഷെ ശുശ്രൂഷകൾ ന്യൂസിലൻഡ് അനേക സ്ഥലത്തും. ഹല്ലേലൂയ. ന്യൂസിലൻഡിലെ അനേക സ്ഥലത്തുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി വിടുന്നു. യേശുവിന്റെ ദൈവത്തിന് കിട്ടുന്ന ദൂത, ദൈവത്തിന് കിട്ടുന്ന ദൂത. ആമേൻ. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഇത് സത്യത്തിന് വേണ്ടിയാണോ? അല്ല, ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ ശമരിയനെ പൊക്കി, ആമേൻ, ഹല്ലേലൂയ, കാശായി കൊണ്ടുവന്ന് അവനെ സ്നാനമേൽപ്പിച്ച് അവിടുന്ന് ഫിലിപ്പോസ് മാറി.
ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വേശ്യകൾ മാറുന്ന ശുശ്രൂഷകൾ. ഹല്ലേലൂയ. ആമേൻ. ചില സ്ഥലത്തിൽ പോയി ശുശ്രൂഷ ചെയ്ത് വീണ്ടും തിരിച്ചു പോകുന്ന. ഹല്ലേലൂയ. ആമേൻ. ഞാൻ റീലൊക്കേഷൻ അല്ല പറഞ്ഞത് കേട്ടോ. ഹല്ലേലൂയ. ഭവനം മാറുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിന്റെ ഭവനം ഇവിടെ ആണെങ്കിൽ ആ ദേശത്ത് പോയി ശുശ്രൂഷ ചെയ്ത് ആമേൻ സ്വന്തം തിരിച്ചു മടങ്ങി വരുന്നത്. ഹല്ലേലൂയ. സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഞങ്ങളുടെ കാര്യം പറയട്ടെ. ഈ ദൈവത്തിന്റെ ശ്രേഷ്ഠ ദാസന്മാർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് എങ്ങനെയെന്നറിയാം? അവർക്ക് ഇതുപോലത്തെ ദൂതകൾ കിട്ടിക്കാണും ഉറപ്പ. അതിന്റെ മേൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ. ചിലപ്പോൾ ഈ ദൂത് കേൾക്കുമ്പോൾ ചിന്തിക്കും, ഇത് സാധ്യമാണോ? ഇത് പറ്റുമോ? ആമേൻ. മാനുഷിക ചിന്താഗതികൾ ഇത് പറ്റത്തില്ല. പക്ഷെ മനുഷ്യനുള്ള സാധ്യം ദൈവത്തിന് സാധ്യം. മനുഷ്യനുള്ള സാധ്യം ദൈവത്തിന് സാധ്യം. 2021 ഹല്ലേലൂയ. ആമേൻ. അതുപോലത്തെ ശുശ്രൂഷകൾ വെളിപ്പെടുന്നു. ആമേൻ. ഒരുത്തൻ ഒറ്റയ്ക്കിരുന്ന കാര്യമായിരിക്കും. ഒറ്റയ്ക്കിരുന്ന് അവന്റെ റൂമിൽ ആമേൻ സ്വന്തം അവൻ കാര്യമായിരിക്കും. ദൈവാത്മാവ് നിന്നോട് പറയും, അവനെ ഒന്ന് വിളിക്കുക. ഹല്ലേലൂയ. അവനെ ഒന്ന് ഫോൺ വിളിക്കുക. ചിലപ്പോൾ മരണത്തിന്റെ പക്കത്തിൽ നിൽക്കുമായിരിക്കും അവന്. പക്ഷെ നിന്റെ ഫോൺ വിളി കേൾക്കുമ്പോൾ നിന്റെ വായിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധമായ വചനം അവൻ കേൾക്കുമ്പോൾ അവന്റെ ജീവിതം അവൻ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയം അവൻ അനേകരുടെ ജീവിതത്തിൽ വരും, കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വരും. എല്ലാവരും ഹല്ലേലൂയ. ഒരുമനപ്പെട്ട ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, കണ്ണുകൾ അടച്ച് ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഫിലിപ്പോസ് ശമരിയയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയത്തിൽ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആമേൻ. ആമേൻ. ദുരാത്മാക്കൾ അവിടെ ഇറങ്ങി. ആമേൻ. നടക്കാൻ പറ്റാത്തവൻ നടക്കാൻ തുടങ്ങി. ആമേൻ. കണ്ണ് കാണാത്തവൻ കാണാൻ തുടങ്ങി. കേൾക്കാൻ പറ്റാത്തവൻ കേൾക്കാൻ തുടങ്ങി. ആമേൻ. ദൈവത്തിന്റെ ശുശ്രൂഷ അവിടെ വെളിപ്പെട്ടപ്പോൾ 8-ാമത്തെ വാക്യം പറയുന്നു, ആ ദേശത്തിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ, പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. ഇത് എന്നെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് നീ ചിന്തിക്കുവാണെങ്കിൽ സാധിക്കില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം അമ്മൻ ഇത് ചെയ്യാൻ സാധിക്കും. നീ വിശ്വസിച്ചാൽ അത് സാധിച്ചിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഫിലിപ്പോസ് എവിടായിരുന്നു? ആ ദേശത്തിൽ ദുരാത്മാക്കൾ ഇറങ്ങി. ഹല്ലേലൂയ. ആ ദേശത്തിൽ സന്തോഷം വ്യാപരിച്ചു. ആമേൻ. നിന്റെ ജീവിതത്തിൽ ശുശ്രൂഷ വെളിപ്പോൾ നിന്റെ കുടുംബ ജീവിതത്തിൽ ഒരു സന്തോഷം വരും. ഹല്ലേലൂയ. മൗനമായി ഇരുന്ന പിന്മാറ്റത്തിൽ നിന്ന് ആമേൻ നിന്റെ ഭർത്താവ് അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ ജീവിതത്തിൽ ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ ആ ദേശത്തിൽ സന്തോഷം വ്യാപരിച്ച പോലെ നിന്റെ കുടുംബ ജീവിതത്തിൽ ഒരു സന്തോഷം വ്യാപരിക്കും. ഹല്ലേലൂയ. നിന്റെ ഭർത്താവ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് കാണുമ്പോൾ, നിന്റെ ഭാര്യ നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്റെ ഭാര്യ ആമേൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് കാണുമ്പോൾ, നിന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം പകരുന്നു അവിടെ. ഹല്ലേലൂയ. 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 സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി. ആമേൻ. ആ ശുശ്രൂഷ കഴിഞ്ഞ് ഉടനെ ഫിലിപ്പോസ് അവിടെ നിന്ന് മാറി. ഹല്ലേലൂയ. ആ ഇഥിയോപ്യൻകാരൻ അവന്റെ ജീവിതം ദൈവത്തിന് വേണ്ടി അവൻ സമർപ്പിച്ചു. ഹല്ലേലൂയ. സ്നാനങ്ങൾ നടക്കണം. ആമേൻ. നമ്മൾ പോലും അറിയാതെ ഈ സമയത്ത് ദൈവസഭയിൽ പോകാൻ പറ്റാത്തവർ ഭവനത്തിലിരുന്ന് ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുക. അവർ ചിന്തിക്കുമായിരിക്കും, ഇതാരുടെ പറ്റിയാണ് പറയുന്നത്. ഹല്ലേലൂയ. വലിയൊരു റിവൈവലാണ് ഈ ദേശത്തിൽ വരാൻ പോകുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ആ കാര്യത്തിൽ? റിവൈവൽ, ഉണർവ്. ഒരാൾക്ക് ഉണർവിനെ അയക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് മാത്രം അത് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു ഉണർവ് അയക്കുമ്പോൾ, ഒരു റിവൈവൽ അയക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ദൈവവചനം വായിക്കുന്നവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നു. അവന് വേണ്ടി ഒരു വഴിയായി നിൽക്കുവാൻ ചിലവരെ ദൈവം നിയോഗിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. അല്പസമയം ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 26-ാമത്തെ 27-ാമത്തെ വാക്യം അടിസ്ഥാനം വെച്ച് ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വായിച്ചോളാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ.
എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്. റോമർക്കെഴുതിയ ലേഖനം 8:26 വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹല്ലേലൂയ വീക്ക്നെസ്സിൽ എന്നെ സഹായിക്കുന്നു. ഞാൻ എന്തുവാണ് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ അറിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ആമേൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് അയക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇതുകൂടി പറഞ്ഞു ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്നവനായിരിക്കും ദൈവം തരുന്നത്. ആമേൻ. ഇതിന് ഒരു സംശയമില്ല. ദൈവത്തിന് ചിലവരുടെ മേൽ പദ്ധതികളുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം, നമ്മുടെ ദൈവം ആരെയും ഈ ലോകത്തിൽ വെറുതെ ജീവിക്കാൻ വിട്ടിട്ടില്ല. ഞാൻ പറയട്ടെ, ദൈവം പറഞ്ഞിട്ടില്ല ഓക്കെ സജിത്തെ പ്രത്യേകിച്ച് നിനക്ക് മാത്രം നീ ചുമ്മാ പോയി അടിച്ചു പൊളിച്ചു, നീ നല്ലവണ്ണം ജോലിയൊക്കെ ചെയ്ത് ഭവനമൊക്കെ മേടിച്ച് വണ്ടികളൊക്കെ മേടിച്ച് നീ സുഖമായിട്ട് ജീവിച്ചോ, നിനക്ക് ഞാൻ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ തരാം, ബാക്കിയുള്ളവർ എനിക്ക് വേണ്ടി പണിതോട്ടെ. അങ്ങനെ പറഞ്ഞ ആരും ദൈവം വിട്ടിട്ടില്ല. ദൈവം എല്ലാവരും ഈ ലോകത്ത് വിട്ടത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ്. അവന്റെ രാജ്യം വരും, അത് പ്രസംഗിക്കുവാൻ, അവന്റെ വചനം കൊട്ടിഘോഷിക്കുവാൻ എല്ലാവരും ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ലെവലിൽ നിൽക്കുന്നവരകത്ത് ഇത് പോരായേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, പാട്ട് പാടാറുണ്ടല്ലോ, ഇത് പോരായേ, ഈ സാന്നിധ്യം പോരായേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. യൂട്യൂബിലെ പാട്ടൊക്കെ ഹൈ വോളിയം വെച്ചിട്ട് കേൾക്കുന്നുണ്ടല്ലോ, വണ്ടിക്കകത്ത് ഓടിക്കുമ്പോ ഹൈ വോളിയമില് ഇത് പോരായേ പാടാറുണ്ടല്ലോ. അത് വെറുതെ പാടുവാണോ? അത് ആഗ്രഹമുണ്ടോ? ബീറ്റ് അടിപൊളി, എന്നാ ശബ്ദമാ, അടിപൊളി, അങ്ങനെ അതിനു വേണ്ടി മാത്രം സൗണ്ട് വെച്ച് കേൾക്കുന്നവരുണ്ടോ അവിടെ? അത് വാസ്തവമായി പറയുന്നവരുണ്ടോ? ഇത് പോരാ, ഇത് പോരാ എനിക്ക്. ഇന്നലെ അനുഭവിച്ച സാന്നിധ്യത്തെ കാട്ടിലും കൂടുതൽ ഇനിയും എനിക്ക് അനുഭവിക്കുന്ന അത്ര പേരുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന അത്ര പേരുണ്ട്. ഇന്നലെ അഭിഷേകത്തിൽ നിന്നെ കാട്ടിലും ഇന്ന് എന്റെ ലെവൽ ഒന്നും കൂടുതൽ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. ഹല്ലേലൂയ. ഏറ്റവും പറയുന്നവന്റെ ജീവിതം സംഭവിക്കും. അതിനകത്ത് ഒരു സംശയമില്ല, ഏറ്റവും പറയുന്നവൻ. ഇവിടെ ഒരാളെങ്കിലും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ ദാഹം, അവന്റെ വിശപ്പ് ദൈവം അടക്കും. ഹല്ലേലൂയ. ഏറ്റവും ഉപരിയായ ആഹാരം, ഏറ്റവും നല്ലതുള്ള പരിശുദ്ധാത്മാവിന്റെ ത്രൂ കിട്ടുന്ന മന്ന നിനക്ക് തന്ന ദൈവം നിന്നെ നിറയ്ക്കുമോ? അങ്ങനെ വാഞ്ചയോടെ പ്രാർത്ഥിച്ച്, എന്റെ ദൈവമേ ഇത് പോരാ എനിക്ക്, ഇത് പോരാ എനിക്ക്. ഈ സാന്നിധ്യത്തെ കാട്ടിലും കൂടുതലായി, ഇന്നലെ അനുഭവിച്ച സാന്നിധ്യം കാട്ടിലും കൂടുതലായി ഇനിയും എനിക്ക് അനുഭവിക്കണം ദൈവമേ. ഇന്നലെ ശക്തമായി പ്രാർത്ഥിച്ച കാട്ടിലും ശക്തമായി ഇനിയും എനിക്ക് പ്രാർത്ഥിക്കണം. ഇന്നലെ ഒരാൾക്ക് വേണ്ടി ഞാൻ പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരു 10 പേർക്ക് വേണ്ടി നിൽക്കുവാൻ എന്റെ ദൈവമേ നീ എന്നെ സഹായിക്കണമേ. ഇന്നലെ ഒരു കുടുംബത്തെ എനിക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നാളെ ഒരു 10 കുടുംബത്തെ സഹായിക്കാൻ നീ എനിക്ക് മുഖാന്തരം ഒരുക്കി തരണമേ. ഒരു കുടുംബത്തിന് ആശ്വാസമായ അമ്മയുടെ ഇടനിലക്കാരനായി നിൽക്കുവാൻ നീ എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരു 100 പേർക്ക് വേണ്ടി നിൽക്കാൻ നീ എന്നെ സഹായിക്കണമേ. ഇന്നലെ വചനത്തിന്റെ അല്പം വചനം എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നാളെ എനിക്ക് കുറച്ചുകൂടി നീ പറഞ്ഞു തരണമേ. സ്തോത്രം. ഇന്നലെ ഞാൻ അല്പം ദൈവിക സമാധാനം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അധികമായി ദൈവിക സമാധാനം അനുഭവിക്കുവാൻ നീ സഹായിക്കണമേ. എന്റെ ദൈവമേ, നിനക്ക് വേണ്ടി ഈ ശുശ്രൂഷ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നാളെ ഇതിനെക്കാട്ടിലും കൂടുതലായി ശുശ്രൂഷ ചെയ്യുവാൻ നീ എന്നെ സഹായിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഗ്ലോറി ലോർഡ്. ഈ വർഷത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച ഈ മെസ്സേജ് ദൈവം തരണമെങ്കിൽ ആമേൻ, ഈ വർഷം എന്തിനോ ദൈവത്തിന് ചെയ്യണം. പിന്നെ എന്തിനാണ് ദൈവം ഈ വചനം തന്നെ തരുന്നത്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിന്നാൽ ശുശ്രൂഷകൾ വെളിപ്പെടുന്നു. എന്തിനാണ് ഈ സൺഡേ വർഷത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച ദൈവം തന്നത്? ഹല്ലേലൂയ. നിങ്ങൾ അറിയുന്നില്ല നാളെ നിങ്ങൾ എങ്ങനെ മാറുമെന്ന്. അമ്മേ, ഞാൻ പറയട്ടെ,
അമേൻ, അമേൻ. പൊക്കം കുറഞ്ഞ ദാവീദിനെ അമേൻ, അമേൻ സ്തോത്രം, ചില നിമിഷങ്ങൾ കൊണ്ടാണ് രാജാവാക്കി മാറ്റിയത്. ഹല്ലേലൂയ, അമേൻ. മല പോലെ നിൽക്കുന്ന ഗോലിയാത്തിനെ ഇടിച്ച് താഴെ വീഴ്ത്തിയത്. മറന്നുപോകരുത്, നാളെ നിങ്ങളെ എങ്ങനെ ആക്കി ദൈവത്തിനെ മാറ്റാൻ പറ്റും നിങ്ങൾക്ക് ആരും അറിയുന്നില്ല. അമേൻ. ജീവിതത്തിൽ വിശ്വാസം വേണം. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞല്ലോ, അവിടെ പോയി എന്ത് ചെയ്യുമെന്ന് ഞാൻ അറിയുന്നില്ല. ഐ ഡോണ്ട് നോ, ഞാൻ അറിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ അറിയുന്നില്ല. പക്ഷെ ഞാൻ എന്നാലും പോവുക, ഇറങ്ങിക്കോണം. 2 മാസത്തിനുള്ളിൽ ചിലവരുടെ ജീവിതത്തിൽ ആ ഒരു നിയോഗം വരും. ഹല്ലേലൂയ. എന്ത് ചെയ്യും, എന്തായിരിക്കും അത് ദൈവത്തിന് അറിയാം. അനുസരിച്ച് ഇറങ്ങിക്കോണം. എത്ര പേർ തയ്യാർ? അമേൻ. ഞാൻ പറയട്ടെ, ഇത് സ്വീകരിച്ചില്ലെങ്കിൽ എനിക്കൊന്നും പോകാനില്ല. എന്നെ ഏൽപ്പിച്ച ദൗത്യം ഈ മിനിറ്റ് കൊണ്ട് എന്റെ ദൗത്യം തീരും. ഫിനിഷ്ഡ്. നാളെ ദൈവം എന്നോട് ചോദിക്കുന്നില്ല, സൈറ്റ് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല. സ്വീകരിക്കണോ വേണ്ടയോ നിങ്ങളുടെ ഇഷ്ടം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ദൈവസഭയിൽ വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവിന്റെ നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേൾപ്പിച്ച നല്ല വചനത്തിനായി വാഴ്ത്തുന്ന കർത്താവേ, എന്റെ ദൈവമേ, ഞങ്ങളുടെ സന്നിധി ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനാൽ എന്റെ ദൈവമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങൾക്ക് ഈ വർഷം കിട്ടിയ വാഗ്ദത്തം, അതിനുമേൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, hallelujah. The seed will grow very well, the vine will yield its fruit, the ground will produce its crops, the heaven will give its dew. I will give this as an inheritance to the people, to the remnant of this people. ഇതിന്റെ മേൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന കർത്താവേ, എന്റെ ദൈവമേ, എല്ലാത്തിലും പൂർണ്ണ വിശ്വാസം കർത്താവേ ഞങ്ങൾക്കുണ്ട്. കർത്താവേ, ശുശ്രൂഷകൾ നീ വെളിപ്പെടുത്തുന്നതിനാൽ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയുടെ ഹല്ലേലൂയ വിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 1000 ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ, നീ വാസ്തവമായി അതിന്റെ മേൽ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ മേൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവേ. ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ഞങ്ങളുടെ ജീവിതത്തിൽ അതായത് ഹല്ലേലൂയ അത് വരട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഞങ്ങൾ പ്രവർത്തനം ചെയ്ത കർത്താവേ, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിഞ്ചു കുഞ്ഞു മുതൽ മുതിർന്ന കുഞ്ഞിനെ വരെ ഒരുപോലെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എൽഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ആൾ വാഴ്ത്തുന്നു. എന്റെ ദൈവത്തിന്റെ നല്ല സമയത്തിനായി വാഴ്ത്തുന്നു. ഇവരുടെ ആഴ്ച സാന്നിധ്യം കൃപയും ഞങ്ങളുടെ മേലുണ്ടാകണമേ കർത്താവേ. എല്ലാ മാനമഹത്വം എന്റെ കർത്താവിന്. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.
ഉയിരേ